ചേച്ചി നമ്മൾ ഈ സൗജന്യ യാത്ര ലഭിക്കാത്തതിലാണോ തീർച്ചയായിട്ടും സൗജന്യ യാത്ര ലഭിക്കാത്തതിൽ തന്നെയാണ് പ്രതിഷേധം. ഭരണകൂടങ്ങളുടെ കൊടും ഭീകരതകൾക്ക് മുമ്പിൽ ഒട്ടും മടിപതറാകുന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. അടുത്ത അവർ അജണ്ടകൾ വെച്ചേക്കുന്നത് പല വാഗ്ദാനങ്ങളും നൽകിയാണല്ലോ അവർ ഇപ്പൊ കയറിയിരിക്കുന്നത്. അതിനൊന്നും ഇല്ലേ? ഈ സൗജന്യ യാത്ര കിട്ടുന്നവിടം വരെ കേരളത്തിലെ മഹിളാ മോർച്ച ശക്തമായിട്ട് തന്നെ തെരുവിലിറങ്ങും. എനിക്ക് എവിടെ അനീതി കണ്ടാലും അതിനെ എതിർക്കാനുള്ള ഒരു മനോഭാവം വളരെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. പക്ഷെ അധികാരത്തിൽ വന്നിട്ടില്ല, പിന്നെ എങ്ങനെ നടപ്പിലാക്കും? അവരെങ്ങനെ വാഗ്ദാനങ്ങൾ നൽകി? മെയ് 15-ാം തീയതി തന്നെ കൃത്യമായി വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് എല്ലാ KSRTC ബസ്സിലും കയറി. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായ ഇവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ഉൾപ്പെടെ ഇന്ധനവില ഉൾപ്പെടെ വർദ്ധിച്ചിട്ടുണ്ട്. എന്തോ ആര് പറഞ്ഞു? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. വില ഉൾപ്പെടെ ഞാൻ ചോദിച്ചല്ലോ, ഫസ്റ്റിലെ റിപ്പോർട്ടർ ചാനലിനോട് ഞാൻ ഫസ്റ്റിലെ ചോദിച്ചല്ലോ, സഹോദര ആ വാഗ്ദാനങ്ങൾ നൽകിയല്ലേ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്? ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. സഹോദര ആ വാഗ്ദാനങ്ങൾ നൽകിയല്ലേ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്? അവരെന്താ പറയണേന്ന് അവർക്ക് എന്നെ മനസ്സിലാവണില്ല. അതാ നിനക്ക് മനസ്സിലാവാത്തത്. അതെന്താ നീ മനസ്സിലാക്കാത്ത? സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല എന്നാണോ? അവരോടൊന്ന് ചോദിക്കാമോ? സർക്കാർ വന്നിട്ടല്ലേ സൗജന്യമെന്ന്? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ചേച്ചി, മന്ത്രിസഭ ഇതുവരെ അധികാരത്തിൽ എത്തിയിട്ടില്ല, പിന്നെ അല്ല അത് പിന്നെ ഉറപ്പാണോ? ഞങ്ങളുടെ ഉറപ്പാണോ അവർ അധികാരത്തിൽ എത്താത്തെ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതെ, ഞാൻ ടിക്കറ്റ് കൊടുത്തു. ഓർഡർ ഇല്ലാതെ എനിക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? പിന്നെ എനിക്കൊരു അന്വേഷണം വന്നാൽ ഞാൻ ഉത്തരം പറയേണ്ടി വരൂലേ? എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ, ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. ഈ കണ്ടക്ടർ സ്വന്തം നിലയ്ക്ക് തന്നെ ഈ പ്രവർത്തകർക്ക് ടിക്കറ്റ് നൽകുകയായിരുന്നു. ഈ മുടിഞ്ഞ രാഷ്ട്രീയക്കാരുടെ തലയിൽ ഇടുക്കി വീഴട്ടെ. ഒരു പ്രതിഷേധം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി സ്വന്തം നിലയ്ക്ക് സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി 22 വനിതാ പ്രവർത്തകർക്കാണ് ടിക്കറ്റ് നൽകിയിരിക്കുന്നത്. കഷ്ടായിപ്പോയി, വെടിവെച്ച് കൊല്ലണപ്പാ. 22 പേർക്ക് തിരുവനന്തപുരത്ത് നിന്ന് ആറ്റിങ്ങലിലേക്കുള്ള ടിക്കറ്റ്, ഒരു ടിക്കറ്റിന് 40 രൂപയാണ്. ആ ടിക്കറ്റ് കണ്ടക്ടറുടെ കയ്യിൽ നിന്നാണ് പോകുന്നത്. അവന്മാർ അങ്ങനെ പറയുന്ന ആളുകൾ, അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ